മനസ്സിലായി. അത് മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് അച്ചീവ് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ പിന്നെ എനിക്ക് മാസം ഇത്ര എമൗണ്ട്, വളരെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടിയുള്ള ഗോളായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ മുൻപുള്ള പല സെഷനിലും പറഞ്ഞൊരു കാര്യമാണത്. അവിടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇപ്പം പിന്നെ ഇന്നലെ വന്ന എക്സാമ്പിളുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയണം. ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കുകയാണ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലാരിറ്റി ഉണ്ടാവണം. വൈ ഷുഡ് ഐ ലേൺ? ഞാൻ എന്തിനാണത് പഠിക്കുന്നത്, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് എന്താണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് പഠിച്ച് എന്താണ് കറക്റ്റ് നമ്മൾ എയിം എന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ഇനിയിപ്പോ നമ്മൾ പിന്നെ ഒരു നല്ല ജോലി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എക്സാക്ട്ലി, ഏത് രൂപത്തിലുള്ള ജോലി? വൈകായിട്ടുള്ള ആൻസേഴ്സോ വൈകായിട്ടുള്ള എയിമുകളോ വർക്ക് ചെയ്യില്ല. പിന്നെ നമുക്ക് അതിന് ക്ലാരിറ്റി ഇല്ല. പിന്നെ നമ്മൾ എങ്ങനെ അത് മാനിഫെസ്റ്റ് ചെയ്യാം? വളരെ ഇന്റൻഷനലി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി നമ്മളെ ഗോളിൽ ക്ലാരിറ്റി ഉണ്ടാവണം. ഇന്ന ബിസിനസ് ചെയ്തുകൊണ്ട് ഇത്ര രൂപ മാസം ഞാൻ അച്ചീവ് ചെയ്യും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി വരും. പിന്നെ അതിലേക്കുള്ള സ്റ്റെപ്പ് ക്ലിയർ ആവും. ആ സ്റ്റെപ്പ് എവറി ഡേ ആക്ഷൻ ആയിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് വരണം. അപ്പൊ അത് നമ്മൾ എല്ലാ ദിവസവും പിറ്റേ ദിവസത്തെ ആക്ഷൻസ് എഴുതുമ്പോൾ വളരെ കൃത്യമായി ആ കാര്യം അച്ചീവ് ചെയ്യാനുള്ള ആക്ഷനുകൾ കൂടി ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് അത് വർക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? നമ്മളത് അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് പിന്നെ എന്താ പറയുക, അത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ഇനി ക്ലാരിറ്റി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക, പിന്നെ ചോദിക്കുക, പിന്നെ മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ അതിനാണ് ഞാൻ നിങ്ങളോട് അത് എഴുതിയിട്ട് വിടണമെന്ന് പറഞ്ഞത്. മറ്റേ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആഗ്രഹങ്ങളാണ് ഉണ്ടാവുക. ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് ആക്ഷനിലേക്ക് വരാത്തതുകൊണ്ടാണ്. എന്താണ് ആക്ഷനിലേക്ക് വരാതിരിക്കുന്നതിന് കാരണം? എന്താണ് എനിക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. അതെന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ക്ലാരിറ്റി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഫോക്കസ് ചെയ്തിട്ടില്ലെങ്കിൽ കറക്റ്റ് ആക്ഷനിലേക്ക് വരില്ല. നമ്മൾ മുന്നോട്ട് പോകാൻ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വൈ ഷുഡ് ഐ സ്റ്റക്ക് ഹിയർ? എന്താണ് എന്നെ ഇവിടെ നിർത്തിയിട്ടുള്ളത്? ഇവിടുന്ന് മുന്നോട്ട് പോവാത്തത് എന്തുകൊണ്ടാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. അവിടെ എന്താണ് നമ്മൾ എന്നെ തടയുന്നത്? ഒരു പക്ഷേ നമ്മുടെ വീക്ക്നെസ്സുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബ്ലോക്ക് ആവാം, അതല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ലായ്മയാവാം. ക്ലാരിറ്റി ഇല്ലായ്മ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് വാട്ട് ഈസ് നെക്സ്റ്റ്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ക്ലിയർ അല്ല. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല? നമ്മൾ കറക്റ്റ് സ്റ്റെപ്പ് ആവലെടുക്കുക. അപ്പൊ കറക്റ്റ് സ്റ്റെപ്പ് ആവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ റോങ് സ്റ്റെപ്പ് എടുത്തു പോകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ കറക്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നുള്ളത് ആ ക്ലാരിറ്റി കുറവുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ എന്താ ഉണ്ടാക്കേണ്ടത്? വാട്ട് എക്സാക്ട്ലി റൈറ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് അവിടെ തന്നെ നമ്മൾ സ്റ്റക്കായി നിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് വരുന്ന ഓരോ തടസ്സത്തിനെയും നമ്മൾ, ഓരോ ചലഞ്ചിനെയും അഡ്രസ്സ് ചെയ്യാം. ഇനി ഒരു തരത്തിലുള്ള ഉത്തരവും നമുക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ടെക്നിക്കുകളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കുക, രാത്രി നമ്മൾ കിടക്കാൻ സമയത്ത് ഇതാണ് എൻ്റെ ഒരു സ്റ്റെപ്പ് നാളെ വരേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ഔട്ട്കം ആണ് വരേണ്ടത്, അത് എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് എനിക്ക് ക്ലാരിറ്റി ഇല്ല. രാത്രി കിടക്കുമ്പോൾ കൃത്യമായി തന്നെ എനിക്ക് നാളെ ആ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. ആൻഡ് ഐ വാണ്ട് ടു അച്ചീവ് ദ ഔട്ട്കം. ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് കിടക്കാം. അതാണ് കൊടുത്തോളാം നമ്മൾ.
അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് നമ്മൾ ആ ചോദ്യം അങ്ങോട്ട് ത്രോ ചെയ്യണം. യു വിൽ ഗെറ്റ് ഇറ്റ് ടുമോറോ. അതൊന്നുകിൽ നമ്മളത് ചെയ്യുന്ന സമയത്താവാം, അല്ലെങ്കിൽ നമ്മളതുമായി ബന്ധപ്പെട്ട ആക്ഷനിലേക്ക് വരുന്ന സമയത്താവാം. യു വിൽ ഗെറ്റ് അൻ ആൻസർ. അത് നമ്മളെ ഇന്റൻഷൻ വെച്ചുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈവൻ സ്മോൾ സ്റ്റെപ്സിന് വരെ നമുക്ക് ആ രീതിയിൽ ക്ലാരിറ്റി അല്ലെങ്കിൽ ആ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളെ വിഷൻ ഉണ്ടാവേണ്ടത് നമ്മുടെ മെയിൻ അച്ചീവ്മെന്റ് തന്നെയാണ്. അത് നിരന്തരം നമ്മളെ തലയിൽ കിടന്ന് കളിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ ഫ്യൂച്ചറിൽ എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ യു ഹാവ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. മനസ്സിലായല്ലോ? ഇനി നമ്മളെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഇമാജിനേഷൻ മാത്രമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അത് വെറും ഒരു ഇമാജിനേഷൻ മാത്രമല്ല. നമ്മളൊരു ഇറ്റ് ഇസ് എ സിഗ്നൽ ദാറ്റ് വി ആർ സെൻഡിങ് ദ യൂണിവേഴ്സ് വിത്ത് യുവർ തോട്ട്സ്, ഇമോഷൻസ് ആൻഡ് ഡെയിലി സ്റ്റെപ്സ്. നമ്മൾ ഒരു സിഗ്നൽ അയക്കുകയാണ്. ആ ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകൾ അതിനനുസരിച്ച് യോജിച്ച് വരണമെന്നുണ്ടെങ്കിൽ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ആൻ ഇമാജിനേഷൻ. വി ആർ ആസ്കിങ്. നമ്മളെ സറൗണ്ടിങ്സിനോട് നമ്മൾ ചോദിക്കുകയാണ്. മനസ്സിലായല്ലോ? നമ്മളെ സറൗണ്ടിങ്സിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ സറൗണ്ടിങ്സ് അതിന് പറ്റുന്ന രൂപത്തിൽ പാകപ്പെടുത്തി എടുക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് അത്രയും ഡിസയർ ആയിട്ടുള്ള ഒരു സംഗതി നമുക്കുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന നമ്മളെ ഹൃദയത്തിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ വളരെ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ടാവും എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദാറ്റ് വിൽ ഹാപ്പൻ. അവിടെയാണ് നമ്മളത് തിരിച്ചറിയുന്ന ഒരു സംഗതി. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായ ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയും അതനുസരിച്ച് ആക്ഷനിലേക്ക് വരികയുമാണ്. ആ ആക്ഷനിലേക്ക് വരാത്ത മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വിത്ത് കുഴിച്ചിടുന്നു. ആ വിത്ത് കുഴിച്ച് വെറുതെ വലിച്ചെറിയുന്ന പോലെയാണ്. വെറുതെ വിത്ത് വലിച്ചെറിയുന്ന പോലെയാണ്. അത് മര്യാദയ്ക്ക് കുഴിച്ചിടുകയോ അതല്ലെങ്കിൽ നമ്മൾ അതിനെ കുഴിച്ചിട്ട് ആവശ്യമായ വെള്ളം കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. പക്ഷെ കൂടുതൽ സമയവും വർക്ക് ചെയ്യാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. ചിലപ്പോൾ അതിന് വേറെ എവിടെയെങ്കിലൊക്കെ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഇട്ട സ്ഥലത്തുള്ള എന്തെങ്കിലും ഗുണകരമായ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുളച്ചു വന്നു വരാം. പക്ഷെ അത് സ്ട്രോങ് ആയിക്കൊള്ളുന്നില്ല. അത് എന്താ പറയാ, അതിന്റെ സ്ട്രെങ്ത് റിറ്റെയിൻ ചെയ്തോളുന്നില്ല, കൺസിസ്റ്റൻസി ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ സ്ട്രോങ്ങും സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് വെള്ളം ഒഴിക്കണമെങ്കിൽ വെള്ളം ഒഴിക്കണം, വളം വേണമെങ്കിൽ വളം ഇടണം. അപ്പൊ ഈ മാനിഫെസ്റ്റേഷനിൽ നമ്മളെ ഇമോഷൻസ് വർക്ക് ചെയ്യണം, നമ്മുടെ ഡെയിലി സ്റ്റെപ്സ് വർക്ക് ചെയ്യണം, നമ്മുടെ ആക്ഷൻസ് വർക്ക് ചെയ്യണം. ഇതൊക്കെ അലൈൻഡ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. ക്ലാരിറ്റി ഈസ് എ മസ്റ്റ്. മനസ്സിലായല്ലോ? നമുക്ക് എന്താ പറയാ, മെഡിറ്റേഷനിലേക്ക് പോവാം. സെയിം ഇതേ സംഗതി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. സോ സിറ്റ്, റിലാക്സ്. എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുക. ബ്രീത്ത് എടുക്കുക. ക്ലോസ് യുവർ ഐസ്. ബ്രീത്ത് ഇൻ. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ കാംനെസ്സും പീസ്ഫുൾനെസ്സും ഒക്കെ നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻഹേൽ ചെയ്യുന്നുണ്ട്. ഹോൾഡ് ഇറ്റ്. എന്നിട്ട് സാവധാനം എക്സേൽ ചെയ്യുക. എക്സേൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ സ്ട്രെസ്സുകളും നിങ്ങൾ പുറത്തേക്ക് എക്സേൽ ചെയ്ത് കളയുന്നുണ്ട്. Now I will start to count from 10 to 1.
ഞാൻ 10 മുതൽ 1 വരെ എണ്ണും. ഓരോ തവണ എണ്ണുമ്പോഴും it takes you deeper into peace and readiness. Then you will get into your alpha state. 10. മറ്റെല്ലാ ചിന്തകളും നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകുന്നുണ്ട്. And you feel completely relaxed. 9. നിങ്ങളെ ജോ, നിങ്ങളെ കഴുത്തിലുള്ള മസിലുകൾ മുഴുവൻ സോഫ്റ്റ് ആവുന്നുണ്ട്, റിലാക്സ്ഡ് ആവുന്നുണ്ട്. കണ്ണുകൾക്ക് ഭാരം വർദ്ധിക്കുന്നുണ്ട്. കൺപോളകൾ അടഞ്ഞു തന്നെ നിൽക്കുന്നു. And you feel completely relaxed. 8. Your shoulders drop ചെയ്യുക. കൈകളുടെ ഭാരം മുഴുവൻ നിങ്ങളുടെ കൈവച്ചിരിക്കുന്ന നിങ്ങളുടെ തൈസിലേക്ക് പോകുന്നുണ്ട്. And the whole upper body is getting relaxed. 7. നിങ്ങൾ ബ്രീത്ത് എടുക്കുന്നു. ആ ബ്രീത്ത് നിങ്ങളുടെ ചെസ്റ്റിലേക്ക് എത്തുന്നു. And your chest is open and calm. 6. Arms and hands feel warm, feel relaxed. You're getting deep and deep relaxation now. 5. നിങ്ങളുടെ ഹിപ്പ്, നിങ്ങളുടെ തൈസ്, കംപ്ലീറ്റ് നിങ്ങളുടെ ലെഗ്സ് എല്ലാം ഗ്രൗണ്ടഡ് ആണ്. ഇതിൻ്റെയൊക്കെ ഭാരം നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ പ്രതലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 5 and 4. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും വീക്കായിക്കൊണ്ടിരിക്കുന്നു, സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. And you are getting deep and deep and deep relaxation. 3. Your awareness grows now. നിങ്ങൾ ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തുന്നതോടൊപ്പം നിങ്ങളുടെ അവയർനെസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. And you feel calm, grounded and peaceful. 2. The silence expands and you feel completely connected with higher self, and you are in deep alpha state. 1. You are in now alpha, open, steady and focused. Bring up your mental screen above your eye level. ഐ ലെവലിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങളുടെ മെന്റൽ സ്ക്രീൻ കൊണ്ടുവരിക. And you are seeing a specific goal that matters to you. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു വലിയ ഗോൾ, ഒരു സ്പെസിഫിക് ഗോൾ നിങ്ങൾ മെന്റൽ സ്ക്രീനിൽ കാണുന്നുണ്ട്. You are seeing the person. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ കാണുന്നുണ്ട്. നിങ്ങൾ ജോലിയിലാണെങ്കിൽ ആ ജോലിയിലുള്ള മറ്റ് പ്രൊഫഷണൽസിനെ കാണുന്നുണ്ട്. സ്പിരിച്വൽ ആണെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾ ആളുകളുമായി സംവദിക്കുന്നുണ്ട്, നിങ്ങൾ ആളുകളുമായി ഇടപഴകുന്നുണ്ട്. You are grounded, you are aware. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. And you visualize the end result. നിങ്ങൾ ആ ഓരോ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. And you are done. When it is done, you feel satisfied. You feel successful. You are celebrating. ആ അച്ചീവ്മെന്റ് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഇപ്പോ മറ്റൊരു സ്ക്രീനിലേക്ക് വരുന്നു. ആ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്ത സ്റ്റെപ്പുകൾ, ആക്ഷനുകൾ നിങ്ങളുടെ കൺമുന്നിലേക്ക് സൂം ചെയ്ത് വരുന്നുണ്ട്. യു ആർ റിവൈൻഡിങ് ദ സെയിം പ്രീവിയസ് സീൻ. നമ്മളത് റിവൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ ചെയ്ത സ്റ്റെപ്പുകൾ വളരെ ക്ലാരിറ്റിയിൽ നിങ്ങളുടെ മെന്റൽ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുന്നതാവാം, ഫോൺ ചെയ്യുന്നതാവാം, പ്ലാൻ എഴുതുന്നതാവാം, ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, മേ ബി സേയിങ് യെസ് ടു ആൻ ഓപ്പർച്യൂണിറ്റി. And you are saying that it is how powerful it is to move with intention. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. You are creating again and again. You feel happy, you feel proud, you feel confident. ആ കോൺഫിഡൻറ്റ് ആയി ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാവധാനം ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കി അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. You're walking towards the screen and you step into the screen. ആ കോൺഫിഡൻ്റ് ആയി നിൽക്കുന്ന നിങ്ങളിലേക്ക് നിങ്ങൾ മെർജ്ഡ് ആവുന്നു. And you feel that confidence now. You feel that you will be able to do it. You feel that you will achieve the outcome. നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. You will achieve that. Repeat with me. I align my energy and actions with my vision. I align my energy and actions with my vision. I align my energy and actions with my vision. And you feel that. I move with purpose. I manifest with clarity. I move with purpose. I manifest with clarity. I move with purpose. I manifest with clarity. Every step I take brings my goal closer. Every step I take brings my goal closer. Every step I take brings my goal closer. You feel that you will take the next step to achieve what you want. You are not waiting. You will do the next step today, now. You feel confident and calm, grounded. I will now count from 1 to 5. At 5, open your eyes with motivation and confidence. 1, breathe, deepens, deep breath. Focus into your breath. 2, awareness rises. Awareness കൂടിക്കൊണ്ടേയിരിക്കുന്നു. 3, stretch your fingers and smile. 4, ready to move with confidence. 5, eyes open, aligned, activated, unstoppable, and confident. Open your eyes. Once you open the eyes, put I in the chat box. Once you open, type I in the chat box.
ഓക്കെ, നമ്മൾ ജേർണലിംഗ് പ്രോംപ്റ്റും സെയിം ഇന്നലത്തെ അതേ ജേർണലിംഗ് പ്രോംപ്റ്റ് തന്നെയാണ് ഇന്നും ചെയ്യേണ്ടത്. ആൻഡ് ടെക്സ്റ്റ് മീ, അത് എനിക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ബ്രീഫ് അപ്ഗ്രേഡിൽ ഒരു ചെറിയ അഡീഷൻസ് നമ്മൾ തരുന്നുണ്ട്. കാരണം നമ്മൾ ബ്രീഫ് അപ്ഗ്രേഡിൽ പിന്നെ ചെയ്യാറുള്ളത് ഇന്നലെ ചെയ്ത അതൊരു പ്രാവശ്യം അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ആ വിശ്വാസം മാറ്റി. ആൻഡ് ടുഡേ ഇന്ന് നമ്മൾ ബ്രീഫ് അപ്ഗ്രേഡിൽ വരുന്നൊരു കാര്യം, പല കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇറ്റ് ഇസ് ടു ഹാർഡ്, ഇത് നടക്കൂല, ഐ വിൽ ട്രൈ ലേറ്റർ. പലപ്പോഴും നമുക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇത് എത്ര കാലമായി ഞാൻ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നിട്ടൊന്നും ഞാൻ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുന്നില്ലല്ലോ. എന്തൊക്കെ തന്നെ ചെയ്തിട്ടും എൻ്റെ ചുറ്റുപാടുകൾ ശരിയാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തുള്ള ആൾ ശരിയാവുന്നില്ലല്ലോ, എൻ്റെ കൂടെയുള്ള ആളുകൾ അതിനനുസരിച്ച് മാറുന്നില്ലല്ലോ. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ശരിയാവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഞാനത് പിന്നെ നോക്കാം, ഇപ്പം എന്നെ കൊണ്ട് ഇത് വയ്യ എന്ന രൂപത്തിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടു ഹാർഡ് ആൻഡ് ഐ വിൽ ട്രൈ ലേറ്റർ, ഈ രീതിയിലുള്ള ചിന്തകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാൾ ദ ന്യൂ ബിലീഫ്. I am ready. I move with purpose and energy. I am ready. I move with purpose and energy. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ദാറ്റ് ഈസ് നോർമൽ. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ്, തുടക്കത്തിൽ നമ്മൾ ആ ചേഞ്ചസ് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. ഇതുപോലുള്ള തോട്ടുകൾ നമുക്ക് വരും, ഇതൊന്നും ശരിയാവുന്നില്ല. മനസ്സിലാക്കേണ്ടത്, ഇത്തരം തോട്ടുകൾ വരികയും നമുക്ക് ഒരു ഡ്രെയിൻ ഫീൽ തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ്. എന്തോ സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്കത് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവണം. ചിലപ്പോൾ നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ തോന്നിയെന്ന് വരാം, പനി പിടിച്ചു എന്ന് വരാം, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്ന് വരാം, നമുക്ക് വീക്കായിട്ട് ഫീൽ ചെയ്യാം. യു ഷുഡ് നോട്ട് ഗിവ് അപ്പ്. അവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് ഇതിൻ്റെ പാർട്ടാണ്. ഐ അക്സെപ്റ്റ് ദാറ്റ് ആൻഡ് ഐ എം റെഡി ടു ഫേസ് ഇറ്റ്. അപ്പൊ നമുക്ക് കൃത്യമായ മാറ്റം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും വേറെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ആഡ്. സർ, ഇതിന്റെ റെക്കോർഡിംഗ് ഇന്ന് നൈറ്റിലായിപ്പോ എങ്ങനെ റെക്കോർഡിംഗ് ഇന്ന് സെൻഡ് ചെയ്യുമോ? ഓക്കെ സർ, ഇത് സാറ്റർഡേ ഒന്നും അയച്ചിട്ടില്ലല്ലോ, ഇന്നലത്തെ മാത്രമല്ലേ സെൻഡ് ചെയ്തിട്ടുള്ളൂ? ഇന്നലെ മാത്രമേ അയച്ചിട്ടുള്ളൂ. ഇന്നലെ മുതലുള്ളത് പിന്നെ 17th ഡേ ആയതുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് അത് പബ്ലിക്കാണ്. നമ്മൾ നേരത്തെ ഇതുവരെ കുറച്ചൊക്കെ ചെയ്തത് മുഴുവൻ നമ്മൾ അൺലിസ്റ്റഡ് ആയിട്ടാണ് ചെയ്തിരുന്നത്. ഇനിയുള്ളത് നമ്മൾ പബ്ലിക്കിന് കൂടി കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.